നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കനത്ത മഴ പത്തനംതിട്ടയിലും കോട്ടയത്തുമടക്കം സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ രാത്രിയിലും പുലർച്ചെയുമായി ലഭിച്ചതോടെ നദികളിൽ ജലനിരപ്പ് ഉയർന്നു. പമ്പ നദിയിൽ വലിയ തോതിൽ ജലനിരപ്പ് ഉയരുകയാണ്. മിന്നൽ പ്രളയ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി പത്തനംതിട്ടയിൽ പമ്പ നദിയിലെ മൂഴിയാർ ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഡാം തുറക്കുന്നത് തീരുമാനം താമസിയാതെ ഉണ്ടാകും. അതിനിടെ പത്തനംതിട്ടയിലെ മലയോര മേഖലയിൽ ജാഗ്രതാ അനൗൺസ്മെന്റ് തുടങ്ങി. പത്തനംതിട്ടയിൽ മിന്നൽ പ്രളയ മുന്നറിയിപ്പുകളും നൽകി. കക്കാട്ടാറിന്റെയും പമ്പയാറിന്റെയും തീരത്ത് താമസിക്കുന്നവർക്കാണ് മിന്നൽ പ്രളയ മുന്നറിയിപ്പ് നൽകിയത്. സുരക്ഷ മുൻനിർത്തി ശബരിമല തീർത്ഥാടകരെ തൽക്കാലം പമ്പയിലേക്ക് കടത്തി വിടുന്നില്ല. എരുമേലിയിലും നിലയ്ക്കലും തീർത്ഥാടക വാഹനങ്ങൾ പോലീസ് നിയന്ത്രിക്കുകയാണ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ 12 ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. സംസ്ഥാനത്ത് തുടരുന്ന ശക്തമായ മഴയും അതിനെ തുടർന്നുണ്ടായ ദുരന്ത സാഹചര്യങ്ങളും വിലയിരുത്തുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പും മന്ത്രിയുടെ അധ്യക്ഷതയിൽ അടിയന്തര അവലോകന യോഗം ചേർന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭ്യമായ ഫണ്ടുകൾ അടിയന്തരമായി വിനിയോഗിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. ഇതിനായി ഗ്രാമപഞ്ചായത്തുകൾക്ക് 1 ലക്ഷം രൂപ, മുനിസിപ്പാലിറ്റികൾക്ക് 2 ലക്ഷം രൂപ, കോർപ്പറേഷനുകൾക്ക് 5 ലക്ഷം രൂപ വരെ അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കാനുള്ള അനുമതിയാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. ശബരിമല തന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട കണ്ഠരര് ബ്രഹ്മദത്തിനെ ഉപദേശിച്ച് ഹൈക്കോടതി. ക്ഷേത്രത്തിന്റെ പവിത്രത, ഭരണപരമായ ആചാര മര്യാദകൾ, ഭക്തരുടെ വിശ്വാസം എന്നിവ കണക്കിലെടുത്ത് പ്രവർത്തിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഉത്തരവാദിത്തങ്ങളിൽ അതീവ ഭക്തിയും ജാഗ്രതയും പുലർത്തണമെന്നും തീരുമാനങ്ങൾ പ്രതിഷ്ഠയുടെ താൽപര്യം മുൻനിർത്തി ആയിരിക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ മുൻഗണന നൽകണം. ഭക്തരുടെ ക്ഷേമത്തിനും ആത്മീയതയ്ക്കും പ്രാധാന്യം നൽകണമെന്നും ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു. ശബരിമലയിലെ പുതിയ തന്ത്രിയാകാൻ കണ്ഠരര് ബ്രഹ്മദത്തിനെ നിയമിക്കാനുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനം ഹൈക്കോടതി അംഗീകരിക്കവെയാണ് നിർദ്ദേശങ്ങൾ നൽകിയത്. ചിങ്ങം 1 ശബരിമല നട തുറക്കുമ്പോൾ ബ്രഹ്മദത്തൻ പുതിയ തന്ത്രിയായി ചുമതലയേൽക്കും. നിലവിലെ തന്ത്രി കണ്ഠരര് രാജീവരുടെ മകനാണ് ബ്രഹ്മദത്തൻ. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞിനെ യുവതി ക്ലോസറ്റിൽ ഉപേക്ഷിച്ചു. ഞായറാഴ്ച രാത്രിയാണ് സംഭവം. തിരുവല്ലം സ്വദേശിയായ 20-കാരിയാണ് 6 മാസം വളർച്ചയെത്തിയ ഭ്രൂണം ശുചിമുറിയിലെ ക്ലോസറ്റിൽ ഉപേക്ഷിച്ച ശേഷം ഫ്ലഷ് ചെയ്തത്. നേരത്തെ ഗർഭമലസിപ്പിക്കാനുള്ള മരുന്ന് കഴിച്ച ശേഷമാണ് യുവതി ആശുപത്രിയിലെത്തിയത്. ഇതിനിടെ രക്തസ്രാവം ഉണ്ടായതോടെ യുവതി ശുചിമുറിയിലേക്ക് പോയി. ഇവിടെ വെച്ചാണ് 6 മാസം വളർച്ചയെത്തിയ കുഞ്ഞിനെ പ്രസവിച്ചത്. പിന്നാലെ യുവതി കുഞ്ഞിനെ ക്ലോസറ്റിൽ ഉപേക്ഷിക്കുകയായിരുന്നു. യുവതിക്കൊപ്പം 3 യുവാക്കൾ ഉണ്ടായിരുന്നുവെന്നും വിവരമുണ്ട്. ഇവർ സംഭവത്തിന് പിന്നാലെ സ്ഥലം വിട്ടതാണ് എന്നാണ് വിവരം. ആശുപത്രി ജീവനക്കാർ വിവരം പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് സംഘമെത്തി സെപ്റ്റിക് ടാങ്ക് തുറന്ന് 6 മാസം വളർച്ചയെത്തിയ ഭ്രൂണം കണ്ടെടുത്തിട്ടുണ്ട്. യുവതി നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. നിറപുത്തരി മഹോത്സവത്തിനായി ശബരിമല നട തുറന്നു. ഇന്നാണ് നിറപുത്തരി. ഇന്നലെ വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേശ്വർ മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നമ്പൂരി നട തുറന്ന് ശ്രീലകത്ത് ദീപം തെളിച്ചു. കനത്ത മഴ കാരണം ശബരിമല യാത്ര ഒഴിവാക്കണമെന്ന് ദേവസ്വം ബോർഡും ജില്ലാ ഭരണകൂടവും നിർദ്ദേശിച്ചിരുന്നെങ്കിലും 100 കണക്കിന് തീർത്ഥാടകർ സന്നിധാനത്തെത്തി. അച്ചൻകോവിലിൽ നിന്ന് നെൽക്കതിരുകൾ സന്നിധാനത്തെത്തിച്ചു. ഭക്തരും ഇരുമുടിയിൽ നെൽക്കതിരെത്തിച്ചു. ശബരിമലയിലേക്കുള്ള മിൽമ നെയ്യുടെ ക്രമക്കേടുമായി മുൻപ് കരിമ്പട്ടികയിലുള്ള കരാറുകാരന് ബന്ധമെന്ന് വിജിലൻസിന് വിവരം. ഭക്ഷ്യസുരക്ഷാ പരിശോധനയ്ക്കായി നെയ് പമ്പയിലെ പരിശോധനാ കേന്ദ്രത്തിൽ എത്തിച്ചിരുന്നത് ഈ കരാറുകാരനാണെന്നതിലേക്ക് അന്വേഷണം എത്തുന്നു. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് സീസണിലാണ് മിൽമയിൽ നിന്ന് 1.77 ലക്ഷം ലിറ്റർ നെയ്യ് വാങ്ങിയത്. ലിറ്ററിന് 510 രൂപയ്ക്ക് മിൽമ വിറ്റ് നെയ്യ് കൈക്കലാക്കി തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യാജ നെയ്യ് സന്നിധാനത്ത് എത്തിക്കുകയായിരുന്നു. മുമ്പ് നിലയ്ക്കലിലെ പാർക്കിംഗുമായി ബന്ധപ്പെട്ട ലേലത്തിലാണ് ഈ കരാറുകാരനെ കരിമ്പട്ടികയിലാക്കിയത്. പിന്നീട് ബിനാമി പേരുകളിൽ പല കരാറുകളും പിടിച്ചു. ഒരു ജില്ലയിൽ മിൽമയുടെ ക്യാന്റീൻ നടത്തുന്നതും ഇയാളാണെന്ന് വ്യക്തമായിട്ടുണ്ട്. ദേവസ്വം ബോർഡിലും മിൽമയിലുമുള്ള ബന്ധങ്ങളും വിജിലൻസ് പരിശോധിച്ചു വരുന്നു. LDF സർക്കാരിന്റെ കാലത്ത് ക്ഷീരവികസന വകുപ്പിലും ദേവസ്വം ബോർഡിലും സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാക്കളിലേക്കും അന്വേഷണം തിരിഞ്ഞിട്ടുണ്ട്. ശബരിമല കാനനപാതയിൽ നാറാണംതോട്, അട്ടത്തോട് എന്നിവിടങ്ങളിലും റാന്നി, എരുമേലി എന്നിവിടങ്ങളിലും കരാറുകാരന്റെ പേരിലുള്ള ഗോഡൌണുകളിൽ വിജിലൻസ് നിരീക്ഷണത്തിലാണ്. തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സിന് തീപിടിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പുറപ്പെടാനിരുന്ന KL 15A 0532 നമ്പർ ബസിന്റെ അടിഭാഗത്താണ് തീപിടുത്തമുണ്ടായത്.
തീപിടുത്തമുണ്ടായ സമയത്ത് ബസ്സിൽ യാത്രക്കാരുണ്ടായിരുന്നു. ബസിന്റെ അടിഭാഗത്ത് നിന്ന് പുകയും തീയും ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഡ്രൈവറും കണ്ടക്ടറും ചേർന്ന് യാത്രക്കാരെ ഉടൻ സുരക്ഷിതമായി പുറത്തിറക്കി. തീ ആളിപ്പടരുന്നതിനു മുമ്പ് തന്നെ KSRTC ജീവനക്കാർ നടത്തിയ സമയോചിത ഇടപെടലിലൂടെ തീ നിയന്ത്രണ വിധേയമാക്കി. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. ബസ്സിന് തീപിടിക്കാനിടയായ യഥാർത്ഥ കാരണം വ്യക്തമല്ല. സംഭവത്തിൽ വിശദമായ പരിശോധന നടത്തിവരികയാണെന്ന് അധികൃതർ അറിയിച്ചു. അടൂർ മെഡിക്കൽ കോളേജിൽ മാനേജ്മെന്റ് സീറ്റിൽ നഴ്സിംഗ് പ്രവേശനം തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളിൽ നിന്ന് 50 ലക്ഷം തട്ടിയെടുത്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ. തിരുവനന്തപുരം പാറശാല കൊടിയവിളാകം പ്ലാങ്കാലത്തട്ട് വീട്ടിൽ ജോബിൻ ആണ് അടൂർ പോലീസിന്റെ പിടിയിലായത്. കാരക്കോണം CSI മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സീറ്റ് വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. കുളക്കട സ്വദേശി അനുരാഗിന്റെ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. ഭരത് ജെയിൻ, കോളേജ് മാനേജർ സത്യരാജ് എന്നിവർ കേസിൽ 1ഉം 2ഉം പ്രതികളാണെന്ന് അന്വേഷണ ചുമതല വഹിക്കുന്ന അടൂർ DYSP VS പ്രദീപ് കുമാർ പറഞ്ഞു. 2023-ലാണ് കേസിനാസ്പദമായ സംഭവം. വിരമിക്കാനായി സ്വന്തം നാടായ തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റം നൽകണമെന്ന് DYSPയുടെ അപേക്ഷ. വയനാട്ടിലെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭിക്കാൻ താങ്കൾ അവിടെ തന്നെ തുടരണമെന്ന് സർക്കാർ. വയനാട് ക്രൈംബ്രാഞ്ചിൽ DYSPയായ പോലീസ് സംഘടനയിലെ ഇടത് അനുകൂല വിഭാഗം നേതാവ് DK പൃഥ്വിരാജിന്റെ അപേക്ഷയാണ് ആഭ്യന്തര വകുപ്പ് തള്ളിയത്. പൃഥ്വിരാജിന്റെ സേനയിലെ മികച്ച പ്രവർത്തനം കണക്കിലെടുത്താണ് വയനാട്ടിലേക്ക് മാറ്റിയതെന്നും അവിടെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമെന്നും ഉത്തരവിൽ പറയുന്നു. തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് DYSPയായ പൃഥ്വിരാജിനെ മേയിൽ UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെയാണ് വയനാട്ടിലേക്ക് മാറ്റിയത്. പാകിസ്ഥാനിലുള്ള യുവാവുമായി ഫോണിൽ ബന്ധപ്പെട്ടതിന് കസ്റ്റഡിയിലെടുത്ത യുവാവിനെ കൊണ്ട് ഓടക്കുഴൽ വായിപ്പിച്ചു പോലീസ്. കോഴിക്കോട് ബേപ്പൂർ പോലീസ് സ്റ്റേഷനിലാണ് സംഭവം. തെളിവ് ശേഖരിക്കുന്നതിനാണ് ബംഗാൾ സ്വദേശിയായ യുവാവിനെ കൊണ്ട് പോലീസുകാർ ഓടക്കുഴൽ വായിപ്പിച്ചത്. പശ്ചിമബംഗാൾ സ്വദേശിയായ ഹിരൺദാസിനെയാണ് പിടികൂടിയത്. തനിക്ക് യൂട്യൂബ് ചാനലുണ്ടെന്നും ഓടക്കുഴൽ വായിക്കുന്ന വീഡിയോകൾ പോസ്റ്റ് ചെയ്യാറുണ്ടെന്നും യുവാവ് പോലീസിനോട് പറഞ്ഞു. ഈ വീഡിയോകൾ കണ്ടാണ് പാക് പൗരൻ തന്നെ ബന്ധപ്പെട്ടതെന്ന് ഇയാൾ മൊഴി നൽകി. ഇത് സ്ഥിരീകരിക്കാനാണ് പോലീസ് യുവാവിനോട് ഓടക്കുഴൽ വായിക്കാൻ ആവശ്യപ്പെട്ടത്. ഓടക്കുഴൽ വായിക്കുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ തിരശ്ശീല വീഴുമ്പോൾ ഭേദപ്പെട്ട പ്രകടനവുമായി ഇന്ത്യ. ബോക്സിംഗ് താരങ്ങളുടെ സ്വർണ്ണക്കൊയ്ത്തിന്റെ സഹായത്തോടെ മെഡൽ പട്ടികയിൽ 4ാം സ്ഥാനം നിലനിർത്താൻ അടുത്ത ഗെയിംസിന്റെ ആതിഥേയരായ ഇന്ത്യക്കായി. 13 സ്വർണ്ണമടക്കം 39 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. ഓസ്ട്രേലിയ 70 സ്വർണ്ണമടക്കം 171 മെഡലുകളുമായി 1ാം സ്ഥാനത്ത് ആധിപത്യം തുടർന്നു. ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിലായിരുന്നു 23ാമത് ഗെയിംസിന്റെ വേദിയായി നിശ്ചയിച്ചിരുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങളുടെ പേരിൽ വിക്ടോറിയ പിന്മാറിയതോടെയാണ് ഗ്ലാസ്ഗോ ഗെയിംസ് വേദിയായത്. ഡൽഹി ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ നുഴഞ്ഞുകയറി കലാപമുണ്ടാക്കാൻ പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് പദ്ധതിയിട്ടെന്ന് റിപ്പോർട്ട്. പശ്ചിമബംഗാളിലെ കുർബ ബർധമാനിൽ അറസ്റ്റിലായ ഹമീം മൊണ്ടാലെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പോലീസ് യൂണിഫോമിൽ ജന്തർ മന്ദറിലെ ആൾക്കൂട്ടത്തിനിടയിൽ കുഴപ്പമുണ്ടാക്കാൻ പാകിസ്ഥാനിൽ നിന്ന് ഹമീമിന് നിർദ്ദേശം ലഭിച്ചിരുന്നു. വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പാക് ഇടപെടലുണ്ടായെന്ന് ഡൽഹി പോലീസ് നേരത്തെ തന്നെ സംശയിച്ചിരുന്നു. ഭീകര റിക്രൂട്ട്മെന്റ്, മയക്കുമരുന്ന്, ഭീകരപ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ട ഷഹസാദ് ഭാട്ടി ഗ്യാങ്ങുമായി ബന്ധമുള്ള പാക് ഹാൻഡിലർമാരുടെ നിർദ്ദേശപ്രകാരമാണ് ഇയാൾ പ്രവർത്തിച്ചിരുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി. സ്വകാര്യ ഡിറ്റക്റ്റീവുകളെ നിയന്ത്രിക്കാനും ഉത്തരവാദിത്തം ഉറപ്പാക്കാനും നിയമ സംവിധാനങ്ങൾ ആവശ്യമാണെന്ന് സുപ്രീം കോടതി. വിവരശേഖരണത്തിനും മറ്റുമായി സ്വകാര്യ അന്വേഷകരെ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആശ്രയിക്കുന്നത് കൂടി വരുന്ന സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ ഉചിത തീരുമാനമെടുക്കാൻ കേന്ദ്ര നിയമ മന്ത്രാലയത്തോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്. വേർപിരിഞ്ഞു കഴിയുന്ന ഭാര്യയ്ക്ക് വിവാഹേതര ബന്ധമുള്ളതിനാൽ ജീവനാംശം നൽകാനാവില്ലെന്ന ഭർത്താവിന്റെ ഹർജിയിലെ വിധിയിലാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ഭാര്യയുടെ വിവാഹേതര ബന്ധം തെളിയിക്കാൻ 92 വീഡിയോകളും 237 ഫോട്ടോകളുമാണ് ഭർത്താവ് കോടതിയിൽ സമർപ്പിച്ചത്. ഇത്രയധികം വീഡിയോകളും ചിത്രങ്ങളും സംഘടിപ്പിക്കാൻ ഭർത്താവ് സ്വകാര്യ അന്വേഷകരുടെ സഹായം തേടിയിട്ടുണ്ടാകാമെന്നാണ് സുപ്രീം കോടതി സംശയിച്ചത്. അങ്ങനെയെങ്കിൽ അതുയർത്തുന്നത് ഒട്ടേറെ ചോദ്യങ്ങളാണെന്ന് വെള്ളിയാഴ്ച വിധിയിൽ ജസ്റ്റിസ് സഞ്ജയ് കരോൾ അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. സ്നാക്സ് പാക്കറ്റിലുണ്ടായിരുന്ന ചെറിയ പ്ലാസ്റ്റിക് സമ്മാനപ്പന്ത് വിഴുങ്ങിയ 5 വയസ്സുകാരൻ ദാരുണമായി മരിച്ചു. കർണാടകയിലെ മൈസൂർ ജില്ലയിലെ ഗൗരിപുര ഗ്രാമത്തിലാണ് സംഭവം. ഗൗരിപുര സ്വദേശികളായ സന്തോഷ് ഐശ്വര്യ ദമ്പതികളുടെ ഏക മകനായ മുകുന്ദ് മയൂറാണ് മരിച്ചത്. കുട്ടിക്ക് 5 വയസ്സായിരുന്നു. പ്രാഥമിക വിവരങ്ങൾ പ്രകാരം സ്നാക്സ് പാക്കറ്റിലുണ്ടായിരുന്ന ചെറിയ പ്ലാസ്റ്റിക് പന്ത് കുട്ടി അബദ്ധത്തിൽ വിഴുങ്ങുകയായിരുന്നു. കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. സംഭവത്തിൽ ഹുൻസൂർ റൂറൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പന്തുൾപ്പെട്ട ഉൽപ്പന്നത്തിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിക്കുകയാണ്. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പൊതുമധ്യത്തിലേക്ക്. കലാപാനന്തരം ഇന്ത്യയിൽ അഭയം പ്രാപിച്ച ഹസീന ബുധനാഴ്ച വൈകിട്ട് 6 മണിക്ക് ദില്ലി ഫോറിൻ കറസ്പോണ്ടൻസ് ക്ലബിലെ
മാർക്ക് ടുള്ളി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന ഷെയ്ഖ് ഹസീനാസ് ഹോം കമ്മിങ് എന്ന പരിപാടിയിലൂടെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തും. സുരക്ഷാ കാരണങ്ങളാൽ ഓൺലൈനായിട്ടായിരിക്കും ഷെയ്ഖ് ഹസീന മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുക. ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടിയ ശേഷം ആദ്യമായാണ് ഷെയ്ഖ് ഹസീന വാർത്താ സമ്മേളനം നടത്തുന്നത്. കൃത്യം 2ാം വർഷം അതേ ദിനത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്ന മുൻ പ്രധാനമന്ത്രി ബംഗ്ലാദേശിലേക്കുള്ള മടങ്ങിപ്പോക്ക് പ്രഖ്യാപിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മദ്രസകളുടെ ചുവരുകൾക്കുള്ളിൽ വെറുപ്പിന്റെ വിഷം വിതറുകയും സർക്കാരുകൾ മതഭ്രാന്തന്മാർക്ക് കീഴടങ്ങുകയും ചെയ്ത ബംഗ്ലാദേശിൽ ഹിന്ദു രക്തം ചൊരിയുന്നത് യാദൃശ്ചികമല്ലെന്ന് എഴുത്തുകാരി തസ്ലിമ നസ്രീൻ ദേശീയ മാധ്യമത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ ക്രൂരമായ ആക്രമണങ്ങളെക്കുറിച്ചും അവർ സംസാരിച്ചു. ബംഗ്ലാദേശിലെ മതനിയമങ്ങൾ കാരണം പെൺമക്കൾക്ക് അവരുടെ പിതാവിന്റെ സ്വത്തിൽ തുല്യാവകാശം ലഭിക്കുന്നില്ല. സ്ത്രീകളെ ലൈംഗിക അടിമകളായി നിലനിർത്തുന്ന മതം ഉപേക്ഷിക്കണമെന്നും അവർ പറഞ്ഞു. ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ അനധികൃത താമസത്തിനെ കുറിച്ച് പോലീസ് ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസിനെ FRRO മൈലാന്ദ്ര സ്വദേശിയായ ഡോക്ടർ നാഗേന്ദ്ര അറിയിച്ചിരുന്നു. എന്നാൽ ബംഗ്ലാദേശി പൗരന്മാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഡോക്ടർക്കെതിരെയാണ് കേസെടുത്തത്. കേസുകളിൽ ഒന്നിൽ ഡോക്ടറെ അറസ്റ്റ് ചെയ്യുകയും 1 ദിവസത്തെ കസ്റ്റഡിക്ക് ശേഷം വിട്ടയക്കുകയും ചെയ്തു. പിന്നാലെ രജിസ്റ്റർ ചെയ്ത 2 FIRകളുടെയും അന്വേഷണത്തിന് ജസ്റ്റിസ് M നാഗപ്രസന്ന സ്റ്റേ നൽകി. നിയമവ്യവസ്ഥയുടെ ദുരുപയോഗത്തിന് ഇതിനേക്കാൾ മികച്ച ഉദാഹരണമില്ലെന്ന് കോടതി വ്യക്തമാക്കി. പരാതിയിൽ പറയുന്നതനുസരിച്ച് പോലും യാതൊരു പരിക്കുകളും ഏറ്റിട്ടില്ലാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് പോലീസ് കേസെടുത്തതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നും കോടതി വ്യക്തമാക്കി. അനധികൃതമായി താമസിക്കുന്ന ഇത്തരം ആളുകളെ ചൂണ്ടിക്കാണിച്ച നഗരത്തിലെ പൗരന്മാർക്കെതിരെ കേസെടുത്ത് അനധികൃത കുടിയേറ്റക്കാരെ സിസ്റ്റം പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കേണ്ട സമയമാണിതെന്നും ജസ്റ്റിസ് M നാഗപ്രസന്ന തന്റെ ഉത്തരവിൽ പറഞ്ഞു. കൂടാതെ പോലീസ് രാജ്യസുരക്ഷയ്ക്ക് എതിരായാണ് പ്രവർത്തിക്കുന്നതെന്നും നഗരത്തിലെ ജനങ്ങൾക്കെതിരെ തിരിഞ്ഞ് ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെയാണ് പോലീസ് പിന്തുണയ്ക്കുന്നതെന്നും ഇത്തരം പ്രകടനങ്ങൾ നിർത്തണമെന്നും ജസ്റ്റിസ് M നാഗപ്രസന്ന വാക്കാൽ നിരീക്ഷിച്ചു. ഈജിപ്തിലെ സൂയിസ് നഗരത്തിന്റെ വടക്കുകിഴക്കൻ ഭാഗത്ത് തിങ്കളാഴ്ച 5.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായി. ഇത് ശക്തമായ ഭൂചലനങ്ങൾക്ക് കാരണമായി. ആളപായമോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട വീഡിയോകൾ ഭൂകമ്പത്തിന്റെ ഭയാനകമായ നിമിഷങ്ങൾ പകർത്തിയിട്ടുണ്ട്. ഈജിപ്ഷ്യൻ റെഡ് ക്രസന്റ് അതിന്റെ അടിയന്തര പ്രതികരണ പദ്ധതി സജീവമാക്കുകയും ഔദ്യോഗിക അപ്ഡേറ്റുകൾ പിന്തുടരാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭൂകമ്പത്തിന് തൊട്ടു പിന്നാലെ ഈജിപ്ത് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം സൂയിസിൽ നിന്നും 38 കിലോമീറ്റർ അകലെയാണെന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. കാഴ്ച പുനഃസ്ഥാപിക്കുന്നതിനായി ന്യൂറാലിങ്ക് ആദ്യ ഉപകരണം സ്ഥാപിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് കോടീശ്വരൻ എലോൺ മസ്ക് പ്രഖ്യാപിച്ചു. മനുഷ്യ പുരോഗതിയുടെ അതിരുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉയർത്തുന്ന ഒരു പ്രസ്താവനയാണിത്. കമ്പനിയുടെ അടുത്ത ഘട്ടത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ജനനം മുതൽ അന്ധരായ ആളുകൾക്ക് ചുറ്റുമുള്ള ലോകത്തെ മനസ്സിലാക്കാൻ ഈ സാങ്കേതിക വിദ്യ പ്രാപ്തമാക്കുമെന്ന് സ്പേസ് എക്സ് സ്ഥാപകൻ പ്രസ്താവിച്ചു. മോട്ടോർ നിയന്ത്രണത്തിലും ആശയവിനിമയത്തിലും കമ്പനി നേരത്തെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നതിനേക്കാൾ വളരെ അപ്പുറമാണ് ഇപ്പോൾ ഈ പ്രഖ്യാപനം ന്യൂറാലിങ്കിന്റെ പ്രവർത്തനങ്ങളെ സ്ഥാപിക്കുന്നത്. എലോൺ മസ്കിന്റെ അഭിപ്രായത്തിൽ ഭാഗികമായി കാഴ്ച നഷ്ടപ്പെട്ടവരെ സഹായിക്കുക എന്നത് മാത്രമല്ല, ഇംപ്ലാന്റിനും തലച്ചോറിന്റെ വിഷ്വൽ കോർട്ടക്സിനുമിടയിൽ കണ്ണുകളെ പൂർണ്ണമായും ഒഴിവാക്കി നേരിട്ടുള്ള ആശയവിനിമയം സൃഷ്ടിക്കുക എന്നതാണ് പ്രാരംഭ ലക്ഷ്യം. പാകിസ്ഥാനിലെ വടക്കു പടിഞ്ഞാറൻ ഖൈബർ പക്തൂൺ പ്രവിശ്യയിൽ സമാധാന റാലി നടക്കുന്ന സ്ഥലത്തിന് സമീപമുള്ള പോലീസ് സ്റ്റേഷന് സമീപം ഞായറാഴ്ച ഒരു ചാവേർ ബോംബർ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് 5 പോലീസ് ഉദ്യോഗസ്ഥരും 4 സാധാരണക്കാരും ഉൾപ്പെടെ 14 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ 2 ഡസനിലധികം പേർക്ക് പരിക്കേറ്റു. കബൽ പോലീസ് സ്റ്റേഷന് സമീപം സ്വാത് സമാധാന റാലി അവസാനിപ്പിക്കുന്നതിനിടെയാണ് സ്വാത് ജില്ലയിൽ സ്ഫോടനമുണ്ടായത്. സമാധാനം ആവശ്യപ്പെടാനും പ്രാദേശിക തീവ്രവാദത്തെ അപലപിക്കാനും പ്രകടനക്കാർ കബൽ പട്ടണത്തിൽ ഒത്തുകൂടിയിരുന്നു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.